40 മിനിറ്റായി. അതായത് അത്രയും സമയം പോയി കിട്ടിയെന്ന് അർത്ഥം. ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഏമാമാര് വരും ഇൻസ്പെക്ഷന്. നമ്മളൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അവന്മാര് തോന്നുമ്പോ വരും. എന്തായാലും മലബാർ ഹോട്ടലിൽ ഒരു ബോർഡ് കണ്ടിട്ട് കേറിയത് നന്നായി. പരിചയപ്പെടാൻ സാധിച്ചല്ലോ. മക്കളാ. എന്താ പേര്? സാഹിറ. എന്റെ പേര് മാധവൻകുട്ടി. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറാ. മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ +2 ഇവള് 3 ഓ, മോൾ എവിടെന്നാ മലയാളം പഠിച്ചത്? 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച മലയാളമല്ല, ഞാൻ ഓളെയും പഠിപ്പിച്ചു. 4ാം ക്ലാസ്സിൽ തോറ്റപ്പോ വാപ്പ മലയാളം വായന നിർത്തി. പിന്നെ ഞാൻ എവിടെന്ന് ഇവിടുന്നൊക്കെ തപ്പിപ്പിടിച്ച് വായിക്കാറുണ്ട്. അപ്പൊ ഷംല മോളോ? മലയാളം ഒരു ദിവസം വീട്ടിലേക്ക് വരണം. നിനക്കൊരു കൂട്ടുകാരിയെ തരാം. നിന്റെ പ്രായമാ എന്റെ മോക്ക്. ശരി എന്നാ. ശരി സാർ. अरे शमला संभल कर। आज मैं दीदी से पहले आ गई। कोई मुझे बचाओ। നിങ്ങൾ രണ്ടാളും കൂടെ ഓളെ മേലെ വീണാ ശരിയാവൂല, ഓള് ചത്തുവും. പോരാത്തതിന് എന്താണ് എന്റെ സൈസ്? ഒന്ന് പോവാപ്പാ. കുറച്ചൊരടക്കൊതുക്കൊക്കെ വേണം ഞാനൊക്കെ. പിന്നെ സാഹിറാന്റെ നിക്കാഹ് കഴിഞ്ഞാല് നമുക്ക് നാട്ടിൽ പോയനി. पर केरला मेरा वतन नहीं है, वहाँ जाने का मेरा कोई खास सुझाव भी नहीं। എന്നാ നീ ഇവിടെ നിന്നോ, ഞാൻ പോവും. ചെറുതിനെയും കൊണ്ടുപോകും. मैं आपको ऐसे करने नहीं दूंगी। ബാപ്പ പറയണ കേട്ടാ തോന്നും ബാപ്പാനെ കാത്തോടെ നിറയെ ആൾക്കാരുണ്ടെന്ന്. उन्हें पता भी नहीं कहाँ है उनका गाँव। എടക്കര. എടക്കര കണ്ടുപിടിച്ചാ പിന്നെ फिर क्या? അവിടെ ആരും ഉണ്ടാവില്ല സ്വന്തക്കാരായിട്ട്. പക്ഷെ അതൊന്നും സാരല്ല. ഞാൻ അവിടെ കുറച്ച് സ്ഥലം വാങ്ങും, ഒരു 10 സെന്റ്. എന്നിട്ട് അതിലൊരു കൊച്ചു പെര വെക്കും. हमारे घर के सामने बहुत सारे फूल भी खिलते होंगे ना, हम भी केरला जाएंगे अप्पू के साथ। ഷംല, എന്താ മോളെ? सब लोगों ने हंसना बंद कर दिया। ഷംല മോളെ സ്വപ്നം കാണുമായിരുന്നോ? सबके मुंह पे हंसी थी, जाने कैसे चली गई। મારા સૌ હિન્દુ ભાઈઓ, મને એ સમજાતું નથી કે શા માટે આપણે આ સાવ નક્કામાં મુસલમાનોને આપણા ભાઈઓ માનીએ છીએ? શા માટે એમની સ્ત્રીઓને આપણી બહેનો ગણીએ છીએ? શા માટે એમને આપણા દેશમાં જીવવા દઈએ છીએ, એમને આશરો આપીએ છીએ? સત્ય શું છે એ જરા જઈને જોશો તો સમજાશે. ગોધરામાં હજુ થોડા જ કલાકો પહેલા એમણે આપણા 46 કાર સેવકોને જીવતા સળગાવી દીધા છે. શું આપણે હવે એમને એમના ઘોર કૃત્ય માટે માફ કરવા જોઈએ? ના! એમને આપણા પવિત્ર હિન્દુસ્તાનની ધરતી પર રહેવા દેવા જોઈએ? જરા પણ નહીં. તો હું એમને ખુલ્લો પડકાર ફેંકું છું કે તમારે તમારા દેશમાં જતા રહેવું. તમારો દેશ છે પાકિસ્તાન. હિન્દુસ્તાન હિન્દુઓનો દેશ હતો, હિન્દુઓનો દેશ છે અને હિન્દુઓનો દેશ જ રહેશે. छोड़ो मत। नहीं, तू अंदर जा। शमला को जा। वहाँ पे हो रहा है। पापा! खुदा के लिए हमें कुछ मत करना।
ये गाड़ी रोकते हैं कोई पड़ोस है उठाओ उसको റബ്ബേ എന്തത് അല്ല ഇതാരെ കുട്ടി എവിടുന്നാ ഈ കുട്ടി നിങ്ങളുടെ വണ്ടിയിൽ കയറിയത്? അറിയില്ല ഡോക്ടറെ, ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് വരീനി ബൈക്കെന്ന് എവിടുന്നോ കയറിയതാ. അതിനൊന്നും പറ്റാണ്ടിരുന്ന മതിയേനു. ഏടുന്നാ കയറിയ നിങ്ങൾക്ക് ഒരു പിടിയില്ല. പിടുത്തമല്ല. നിങ്ങൾ പോരെ നോക്കി ഇടയ്ക്ക് നിർത്തിയേ. അഹമ്മദാബാദിലും പൂനെയിലും പിന്നെ മംഗലാപുരത്തും. അഹമ്മദാബാദ് നയിക്കോ? ആടിപ്പോ കലാപം നടക്കല്ലേ? BP ചെക്ക്. ശരി മാഡം. ജീവൻ രക്ഷപ്പെട്ടു, പക്ഷെ അപകടനില തന്നെയാ. ജീവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ശരിക്കും നിങ്ങളെ രക്ഷപ്പെട്ട്. 2-3 ദിവസം അന്നവും വെള്ളവും ഇല്ലാതെ നിങ്ങളെ വണ്ടി കിടന്നൊരു പെൺകുട്ടി മരിച്ചാ നിങ്ങൾ ശരിക്കും കുടുങ്ങിയനെ. അത് ശരിയാ. ഇനി ആരും ഇവിടെ നിൽക്കണ്ട. എല്ലാരും പോയിക്കോളി, ചെല്ല്. തന്നോടും കൂടിയാ പറഞ്ഞത്. അല്ല, ഞാൻ പിന്നെ ഇവിടെ. തനിക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ മോൾ അവിടെ അഡ്മിറ്റ് ആക്കിക്കണ്, ജനറൽ വാർഡില്. ജാസ്മിൻ. എന്നാ ജനറൽ വാർഡിലേക്ക് പോ. മാഡം, എന്റെ ദൈവമേ, കടിച്ചു പറിച്ചളഞ്ഞു പാവികള്. ഫ്രഷ് കോട്ടൺ.
വിഷമിക്കാതെ, സാരമില്ല, സാരമില്ല. എലിസബത്തിനെ ആരെങ്കിലും ബലമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ദൈവകാരുണ്യം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മാഡം. ഹോ, അതിലും വൃത്തികെട്ട ഒരു അനുഭവമില്ല. എലിസബത്തിന് അറിയാമോ, 6 മാസം പിടിച്ചു ഞാൻ അതിന്റെ ഷോക്കിൽ നിന്ന് ഊരിപ്പോരാൻ. ഈ കുട്ടിയെ പലരും ചേർന്ന് മൃഗീയമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അവളുടെ ശരീരത്തിന് പറ്റിയ കുഴപ്പങ്ങൾ നമുക്കില്ലാതാക്കാം, പക്ഷേ എന്തായിരിക്കും അവളുടെ മനസ്സ്? ഡോക്ടറെ, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? അല്പം ജീവൻ കൂടി ബാക്കിയുണ്ട്. എന്താ ഡോക്ടർ,